നെക്സ്റ്റ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കോമ്പൗണ്ട്സ് ആണ്. അതിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ കെമിസ്ട്രി പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു ഐഡിയ ഞാൻ ഫസ്റ്റ് തന്നെ പറയട്ടെ. അതായത് ഇപ്പോൾ ക്രോമിയത്തിൻ്റെ ഏതെങ്കിലും കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് അത് സാധാരണ രീതിയിൽ അതിലേക്ക് ബേസ് ചേർത്താൽ അത് CrO4 ആയി മാറും. അതേസമയത്ത് സാധാരണ രീതിയിൽ ഈ CrO4 അല്ലെങ്കിൽ ക്രോമിയത്തിൻ്റെ വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് ആസിഡ് ചേർത്താൽ അത് Cr2O7 ആയി മാറും. ഇനി അതുമല്ല എങ്കിൽ അത് ക്രോമിയത്തിൻ്റെ ഏത് ആനയോൺ ബേസിക് പീരീഡ് സ്റ്റേബിളാണ്? CrO4 ഏത് ആനയോൺ അസിഡിക് പീരീഡ് സ്റ്റേബിൾ? Cr2O7 അതായത് CrO4 എന്ത് ഇൻ്റർ കൺവേർട്ട് ചെയ്യും. ഇത് ക്രോമേറ്റ്, എന്താണ് ക്രോമേറ്റ്, യെല്ലോ കളറുള്ള ക്രോമേറ്റ് യെല്ലോ കളറാണ്. അത് Cr2O7 ആയിട്ട് ഇൻ്റർ കൺവേർട്ട് ചെയ്യും. ഇത് ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കളറാണ്? ഓറഞ്ച് കളറാണ് കേട്ടോ. ഓക്കെ, ഇത് ആസിഡ് ചേർക്കുമ്പോൾ ഇത് ബേസ് ചേർക്കുമ്പോൾ ക്ലിയർ ആയോ? CrO4 ആസിഡ് ചേർക്കുമ്പോൾ Cr2O7 ആയി മാറും. Cr2O7 ബേസ് ചേർക്കുമ്പോൾ CrO4 ആയി മാറും. ഓക്കെ, ആ ഇൻ്റർ കൺവേർഷൻ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ നല്ലതാണ്. ഇനി പ്രിപ്പയർ ചെയ്യുന്നത് ക്രോമൈറ്റ് ഓറിൽ നിന്നാണ്. ക്രോമൈറ്റ് ഓർ എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. ക്രോമൈറ്റ് ഓറിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്രോമൈറ്റ് ഓർ എന്ന് പറഞ്ഞാൽ FeCr2O4 ആണ്. ഇതൊരു ഡബിൾ ഓക്സൈഡ് ആണ്. FeCr2O3 ഒരു ഡബിൾ ഓക്സൈഡ് ആണ്. ഇത് FeCr2O4 കേട്ടില്ലേ? ആ FeCr2O4 അതിലേക്ക് കുറച്ച് സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കലിയാണ്. സോഡിയം കാർബണേറ്റ് അക്വസ് സൊല്യൂഷനിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഹൈഡ്രോക്സൈഡ് അയോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാധനം സോഡിയം ക്രോമേറ്റ് അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റ് ചേർക്കുക. പിന്നെ അതിലേക്ക് ഓക്സിജൻ വേണം, എയർ കേട്ടോ. അപ്പോൾ ഓക്സിജൻ വേണം. ഓക്കെ, എക്സസ് എയർ ചേർത്താലും മതി. അപ്പോൾ ഓക്സിജൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞില്ലേ ക്രോമിയത്തിൻ്റെ ഏത് കോമ്പൗണ്ട് ആയാലും അത് സോഡിയം കാർബണേറ്റിൻ്റെ അക്വസ് സൊല്യൂഷൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. അപ്പോൾ ബേസിക് മീഡിയത്തിൽ എന്തായി മാറും? ക്രോമിയം എന്തായി മാറും? ക്രോമേറ്റ് ആയി മാറും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന സാധനം സോഡിയം ക്രോമേറ്റ് Na2CrO4 സോഡിയം ക്രോമേറ്റ്. കാരണം CrO4 ആയതുകൊണ്ട് 2 Na+ അല്ലേ? CrO4 ആയതുകൊണ്ട് എത്ര Na+ കമ്പൈൻ ചെയ്യും? 2. അപ്പോൾ Na2CrO4. പിന്നെ അയൺ എന്തായി മാറുന്നില്ല, പഠിച്ചു വെച്ചാൽ നല്ലതായി. Fe2O3 കണ്ടില്ലേ? Fe2O3. പിന്നെ വേണമെങ്കിൽ വാട്ടർ എഴുതിക്കോ. ഓക്കെ, അല്ല കാർബൺ ഡൈ ഓക്സൈഡ് എഴുതണം. കാർബണേറ്റ് ആയതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇത് ബാലൻസ് ചെയ്യണമെന്നില്ല. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ക്രോമേറ്റ് ഓർ സോഡിയം കാർബണേറ്റ് ഫ്യൂസ് ചെയ്തിട്ട് എയർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സോഡിയം ക്രോമേറ്റ് ആയി മാറും. ആ സോഡിയം ക്രോമേറ്റ് നമ്മൾ ഡൈക്രോമേറ്റ് ഇൻ്റർ കൺവേർഷൻ പഠിച്ചില്ലേ? എന്താ ഇൻ്റർ കൺവേർഷൻ? അതിലേക്ക് ആസിഡ് എടുത്ത ഡൈക്രോമേറ്റ് ആയി മാറും. അപ്പോൾ സോഡിയം ക്രോമേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? സൾഫ്യൂരിക് ആസിഡ് ചേർക്കും. ചേർക്കുമ്പോൾ അത് സോഡിയം ഡൈക്രോമേറ്റ് ആയി മാറും. Na2Cr2O7 സോഡിയം ഡൈക്രോമേറ്റും പിന്നെ എന്താ കിട്ടുക? വാട്ടർ കിട്ടും. മനസ്സിലായി? ബാലൻസ് ചെയ്യണമെന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് സോഡിയം ഡൈക്രോമേറ്റും വാട്ടറും. ബാലൻസ് ചെയ്യണമെങ്കിൽ ആ കോയിഫിഷ്യൻറ്റ് കറക്റ്റായി പഠിച്ചു നോക്കുക, അത് നല്ലത് കേട്ടോ, ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ ആ സോഡിയം ഡൈക്രോമേറ്റായി മാറി. സോഡിയം ഡൈക്രോമേറ്റിൻ്റെ സോലിബിലിറ്റി പൊട്ടാസ്യം ഡൈക്രോമേറ്റിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ സോഡിയം ഡൈക്രോമേറ്റിലേക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മളതിലേക്ക് പൊട്ടാസ്യം ക്ലോറൈഡ് ചേർക്കും. Na2Cr2O7 പൊട്ടാസ്യം ക്ലോറൈഡ് ചേർത്താൽ അത് K2Cr2O7 ആയി മാറും. K2Cr2O7 പ്ലസ് KCl പ്ലസ് ഏതാ NaCl കിട്ടില്ലേ? ഇത് കിട്ടും. ഇത്തിരി മനസ്സിലായല്ലോ? ഈ ആദ്യം സോഡിയം ഡൈക്രോമേറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ആ സോഡിയം ഡൈക്രോമേറ്റ് Na2Cr2O7 2H2 ആയിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യല്. Na2Cr2O7 2H2 കിട്ടില്ലേ? ആ Na2Cr2O7 സോഡിയം ഡൈക്രോമേറ്റിലേക്ക് കുറച്ച് KCl ചേർത്താൽ അതെന്തായി കൺവേർട്ട് ചെയ്യും? K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റായി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇക്വേഷൻസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബാലൻസ് ചെയ്തിട്ടില്ല, ബാലൻസ് ചെയ്യാത്ത ഇക്വേഷൻ പഠിക്കുക. ഓക്കെ, വേണമെങ്കിൽ ബാലൻസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ ഇനി ഈ ഡൈക്രോമേറ്റ് അയോൺ വളരെ നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത്? Cr2O7 2- ക്രോമിയം +6 ആണ്. അത് വേഗം അതിൻ്റെ സ്റ്റേബിളായ +3 കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് അത് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അസിഡിക് മീഡിയത്തിലും ഓക്സിഡൈസിങ് ഏജൻറ്റാണ്, അതുപോലെ ബേസിക് മീഡിയത്തിലും ഓക്സിഡൈസിങ് ഏജൻറ്റാണ് കേട്ടോ. ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ മാത്രം ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. ഓക്കെ,
പിന്നെ ഇൻ്റർ കൺവേർഷൻ നേരത്തെ പഠിപ്പിച്ചല്ലോ. ഇൻ്റർ കൺവേർഷൻ പറഞ്ഞില്ലേ? പറഞ്ഞു. ക്രോമേറ്റ് അയോൺ ബേസ് ചേർത്ത് ആസിഡ് ചേർത്താൽ ഡൈക്രോമേറ്റായി മാറും. ഡൈക്രോമേറ്റ് അയോൺ ബേസ് ചേർത്താൽ എന്തായി മാറും? ഇത് നല്ല രസം. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് ക്രോമേറ്റ് എടുക്കുക, മഞ്ഞ കളർ ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് എന്ത് ചേർക്കുക? കുറച്ച് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുക. അപ്പോൾ അത് ഡൈക്രോമേറ്റായി ഓറഞ്ച് കളറായി മാറും. അതേ ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് ബേസ് ചേർക്കുക. അപ്പോൾ എന്തായി മാറും? അത് മഞ്ഞ കളറായി മാറും. മനസ്സിലായോ? അതാണ് ഇൻ്റർ കൺവേർഷൻ. ഓക്കെ. ഇനി സ്ട്രക്ചർ നോക്കുക. CrO4 2- Cr2O2- സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ തന്നെ വരച്ചു തരാം. ഓക്കെ, CrO4 2- പണിയില്ല. എത്ര ഓക്സിജൻ? 4 ഓക്സിജൻ വരക്കുക. എല്ലാറ്റിലും കുത്തിടുക. മനസ്സിലായോ? ഇങ്ങനെ കുത്തിടുക. ഇത് എത്ര മൈനസ്? 2- ടെട്രാഹൈഡ്രലാണേ. ഇതാണ് ക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, യെസ്. ഇപ്പോൾ ക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിൽ എല്ലാ ബോണ്ട് ലെങ്ത് ഈക്വലാണ്. കാരണം എല്ലാറ്റിലും റെസണൻസ് ഉണ്ട് അല്ലേ? സിംഗിൾ ബോണ്ടിനും ഡബിൾ ബോണ്ടിനും ഇടയ്ക്ക് എല്ലാ ബോണ്ട് ലെങ്ത് ഈക്വലാണ്. അതുകൊണ്ട് ബോണ്ട് ലെങ്ത് പഠിക്കണമെന്നില്ല. ഡൈക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ ഒന്ന് പഠിക്കണം. ഡൈക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ ഇതിൽ നോക്കുക, നോട്ടിൽ നോക്കുക. ഒരു CrO ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ബാക്കി സിംഗിൾ ബോണ്ടോ അതുപോലെ സിംഗിൾ ബോണ്ടോ ഉണ്ടല്ലേ? എല്ലാറ്റിലും ഇങ്ങനെ കുത്തിടുക ഉണ്ടല്ലേ? യെസ്, ഇവിടെയും കുത്തിടുക. പാർഷ്യൽ ഡബിൾ ബോണ്ട്. എന്നിട്ട് എത്ര മൈനസ്? 2-. ഇതാണ് ഏത്? ഡൈക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ. കണ്ടില്ലേ? യെസ്. ഇതിൻ്റെ ആംഗിൾ 126 ഡിഗ്രിയാണ്. ആംഗിളൊക്കെ പഠിച്ചാൽ നല്ലതാണ്. ആംഗിൾ ബോണ്ട് ലെങ്ത് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ആംഗിൾ 126 ഡിഗ്രിയാണ്. ക്ലിയർ ആയല്ലോ? യെസ്, ക്ലിയർ ആയോ? ദെൻ 279 പൈക്കോമീറ്ററാണ് ബോണ്ട് ലെങ്ത്ത്. 279 പൈക്കോമീറ്റർ. അതേപോലെ തന്നെ 163 പൈക്കോമീറ്റർ ഉണ്ട്. ഇത് 163 പൈക്കോമീറ്റർ, ഇത് 279 പൈക്കോമീറ്റർ. എന്തുകൊണ്ടാണ് ബോണ്ട് ലെങ്ത്ത് മാറിയത്? ഇത് പ്യുവർ സിംഗിൾ ബോണ്ട്, ഇത് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ടിന് ഇടയിൽ കേട്ടോ. അപ്പോൾ റെസണൻസ് ഉള്ളതിൻ്റെ ബോണ്ട് ലെങ്ത്ത് 163, മറ്റേതിന് 279. ക്ലിയർ? ഓക്കെ. ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ തന്നെ, ക്രോമേറ്റും ഡൈക്രോമേറ്റും. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് പഠിച്ചല്ലോ. ഇനി ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ്, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. കേട്ടല്ലോ? അസിഡിക് മീഡിയത്തിൽ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. Cr2O7 2- പ്ലസ് 14H+. ഇത് ബാലൻസ് ചെയ്താണ് റിഡോക്സ് റിയാക്ഷൻ മെത്തേഡിൽ. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട. Cr2O7 2- പ്ലസ് 14H+ പ്ലസ് 6 ഇലക്ട്രോൺ ഗീവ്സ് 2Cr3+ പ്ലസ് 7H2O. അതിൻ്റെ E0 വാല്യൂ പ്ലസ് 1.33 വോൾട്ടാണ്. ഇപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അത് പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് വോളിയോമെട്രിക് അനാലിസിൽ ഉപയോഗിക്കും. കിട്ടില്ലേ? ആദ്യത്തെ സ്റ്റാൻഡേർഡ്, അതായത് എസ്റ്റിമേഷൻ നടത്തുമ്പോൾ, ഡബിൾ ടൈട്രേഷൻ നടത്തുമ്പോൾ ആദ്യത്തെ സ്റ്റാൻഡേർഡായിട്ട് ഏത് ഉപയോഗിക്കും? പിന്നെ യെസ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉപയോഗിക്കും. ദെൻ ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി? I- അയോഡിനാക്കി മാറ്റും. അതായത് പൊട്ടാസ്യം അയോഡൈഡിനെ അയോഡിനാക്കും. കിട്ടില്ലേ? അതേപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫറാക്കും. ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫറായിട്ട് ഓക്സിഡൈസ് ചെയ്യും. പിന്നെ SN2+നെ SN4+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. SN2+നെ SN4+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. അതുപോലെ Fe2+നെ Fe3+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. കിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വെച്ചാൽ എന്താ നല്ലതാ? Cr2O7 2- ഓക്സിഡൈസ് പൊട്ടാസ്യം അയോഡൈഡ് ടു അയോഡിൻ. ഒന്നാമത്തെ ഇവിടെ എഴുതിക്കോ. Cr2O7 2- പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എഴുതിക്കോ. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസ് പൊട്ടാസ്യം അയോഡൈഡ് ടു അയോഡിൻ. എല്ലാം അസിഡിക് മീഡിയത്തിലാണ്. ഇനി അസിഡിക് മീഡിയം പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസ് പൊട്ടാസ്യം അയോഡൈഡ് ടു അയോഡിൻ. ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ Cr2O7 2- പ്ലസ് I- പ്ലസ് H+ ഗീവ്സ് Cr3+ ലെവൽ Cr3+ പ്ലസ് I2 വേണമെങ്കിൽ പ്ലസ് H2O എഴുതില്ലേ? ഓക്കെ. ഇനി അതുപോലെ തന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസസ്
ഹൈഡ്രജൻ സൾഫൈഡ് ടു സൾഫർ. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസ് ഹൈഡ്രജൻ സൾഫൈഡ് ടു സൾഫർ. അത് ഇങ്ങനെ എഴുതിയാൽ മതി. Cr2O7 2- പ്ലസ് H2S പ്ലസ് H പ്ലസ് ഗീവ്സ് Cr3 പ്ലസ് S പ്ലസ് H2O. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി. പിന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസ് Sn2+2 Sn4+. അയ്യോ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസ് Sn2+2 Sn4+. അതൊന്നുമില്ല, Sn2+ എന്ന് എഴുതുക, H+ എഴുതണേ. ഗീവ്സ് പറ Cr3+ അല്ല എപ്പോഴും ആവുക പ്ലസ് Sn, ഇത് 4+ ആവും കേട്ടോ. Sn2+ എന്തായി മാറും? Sn4+ ആവും. പിന്നെ H2O. ക്ലിയർ ആയല്ലോ? ദെൻ അതുപോലെ ഓക്സിഡൈസ് ഫെറസിനെ ഫെറിക്കാക്കി മാറ്റും. Fe2+നെ Fe3+ ആക്കും. അപ്പോൾ ഇക്വേഷൻ Cr2O7 2- പ്ലസ് Fe2+ പ്ലസ് H+ ഗീവ്സ് Cr3+ പ്ലസ് Fe3+ പ്ലസ് H2O. കിട്ടിയില്ലേ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമല്ലോ. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചെയ്യേണ്ടത് പൈറോളുസൈറ്റ് ഓർ പൈറോളുസൈറ്റ് PYROLUSITE. പൈറോളുസൈറ്റ് ഓർ എന്ന് പറഞ്ഞാൽ മാംഗനീസിൻ്റെ ഓറാണ് MnO2. കേട്ടല്ലേ? MnO2. ആ MnO2 എന്ത് ചെയ്യണം? ഒരു ആൽക്കലിയിൽ ഫ്യൂസ് ചെയ്യുക, അതായത് KOH. എന്നിട്ട് അതിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പിന്നെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ചേർക്കുക. KNO3 നല്ലത്, പൊട്ടാസ്യം നൈട്രേറ്റ്. KNO3 എളുപ്പത്തിൽ ഡീകമ്പോസിങ് ഓക്സിജൻ കിട്ടും. അപ്പോൾ ആൽക്കലൈൻ മീഡിയത്തിൽ ഫ്യൂസ് ചെയ്യുക MnO2. എന്നിട്ട് ഓക്സിജൻ കിട്ടുന്ന ഒരു പിന്നെ പ്യുവർ ഓക്സിജൻ കിട്ടുന്ന ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റായ പൊട്ടാസ്യം നൈട്രേറ്റ് ഉപയോഗിക്കുക. KNO3 കിട്ടോ? KNO3. അപ്പോൾ അന്നേരം അത് പൊട്ടാസ്യം മാംഗനേറ്റായി മാറും. K2MnO4 ആയി മാറും. പൊട്ടാസ്യം മാംഗനേറ്റ്. പഠിച്ചോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായല്ലോ. MnO2 അല്ലെങ്കിൽ പൈറോളുസൈറ്റ് ഒരു ആൽക്കലി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ ഫ്യൂസ് ചെയ്തിട്ട് KNO3 പോലുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഏജൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജൻ എഴുതിയാൽ മതി. റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് കിട്ടും? പൊട്ടാസ്യം മാംഗനേറ്റ്. ഈ മാംഗനേറ്റ് എന്ന് പറഞ്ഞാൽ MnO4 2- ആണ്. MnO4 എത്ര മൈനസ്? 2-. പെർമാംഗനേറ്റോ MnO4- ആണ്. അപ്പോൾ പൊട്ടാസ്യം മാംഗനേറ്റ് എഴുതുമ്പോൾ ഫോമുല K2MnO4 അറിയാലോ, കാരണം MnO4 2- അല്ലേ. പൊട്ടാസ്യം മാംഗനേറ്റ് ഇട്ടും പിന്നെ അതിൻ്റെ കൂടെ പ്ലസ് വാട്ടർ എന്ന് എഴുതിക്കോ. കിട്ടോ? പ്ലസ് വാട്ടർ. ഞാൻ ബാലൻസ് ചെയ്തിട്ടില്ല, ബാലൻസ് ചെയ്ത് ഇക്വേഷൻ നോട്ടിലുണ്ട്. കേട്ടോ? പൊട്ടാസ്യം മാംഗനേറ്റ് ഇട്ടു. ഇനി നമ്മൾ നേരത്തെ ക്രോമിയത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ മാംഗനീസിൻ്റെ പിന്നെ 2 അയോണാണ്, പ്രധാനപ്പെട്ട അയോണാണ് MnO4 2- MnO4-. അതിൽ MnO4 2- MnO4- ആക്കി മാറ്റാൻ അതിലേക്ക് എന്ത് ചേർത്താൽ മതി? MnO4 2- ഉള്ളത് ആ MnO4 2- എന്നാൽ MnO4- ആക്കാൻ അതിലേക്ക് ആസിഡ് ചേർത്താൽ മതി. ആസിഡ് മീഡിയത്തിൽ MnO4 2- എന്തായി കൺവേർട്ട് ചെയ്യും? MnO4- ആയി മാറും. എന്നാൽ തിരിച്ച് MnO4- ബേസ് ചേർത്താൽ MnO4 2- ആവില്ല, ക്രോമിയത്തിനെ പോലെ. മനസ്സിലായോ? അപ്പോൾ MnO4 2- എന്ത് ചേർത്താൽ? ആസിഡ് ചേർത്താൽ അത് MnO4- ആവും. അതായത് മാംഗനേറ്റ് അയോൺ പെർമാംഗനേറ്റ് അയോണായി മാറും. മനസ്സിലായോ? അപ്പോൾ മാംഗനേറ്റ് അയോണിൻ്റെ കളർ ഗ്രീൻ ആണ്. മനസ്സിലായി? മാംഗനേറ്റ് അയോണിൻ്റെ കളർ എന്താ? ഗ്രീൻ. ഓക്കെ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിങ്ങൾക്ക് അറിയാലോ, പിങ്ക് കളറുള്ളതല്ലേ. ഓക്കെ. അപ്പോൾ ഐഡിയ ക്ലിയർ ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ MnO4- MnO4 2- ഇക്വേഷൻ ഇങ്ങനെ എഴുതിയാൽ മതി. MnO4 2- പ്ലസ് H+ ഗീവ്സ് പറ എന്താണ്? MnO4- ആയി മാറും. പിന്നെ MnO4- ആയി കഴിഞ്ഞാൽ പിന്നെ MnO2 കിട്ടും, വാട്ടർ കിട്ടും. MnO4- MnO2 വാട്ടർ കിട്ടും. മനസ്സിലായോ? കിട്ടും. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ 2 ഇക്വേഷൻ പഠിച്ചു നോക്കാം. ഇപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ 2 ഇക്വേഷൻ മാത്രം ഒന്ന് എഴുതി പഠിച്ചേ. എന്താണ്? MnO2 പ്ലസ് KOH പ്ലസ് O2 ഗീവ്സ് K2MnO4 പ്ലസ് H2O. അടുത്ത് MnO4 2- പ്ലസ് H+ ഗീവ്സ് MnO4- പ്ലസ് MnO2 പ്ലസ് H2O. കിട്ടിയില്ലേ? ഇനി അല്ലെങ്കിൽ ഇതിന് ഇലക്ട്രോളിറ്റിക് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുക. ഈ പൊട്ടാസ്യം മാംഗനേറ്റിനെ ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ എന്തായി മാറും? അത് പെർമാംഗനേറ്റ് ആയി മാറും. എങ്ങനെയാണ്? ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ നടക്കുമ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ MnO4 2- അല്ലുള്ളത്. ആ MnO4 2- MnO4- ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും, ഒരു ഇലക്ട്രോൺ കിട്ടും. കാരണം അതാ ഇത് +6 ഇതോ +7 ഓക്സിഡൈസ് ചെയ്യില്ലേ. ഇതാണ് ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ. ഓക്കെ, നോട്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഓക്കെ. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കി ഡീകമ്പോസ് ചെയ്യും. KMnO4 ഡീകമ്പോസ് ചെയ്യുമ്പം ബാലൻസ് ചെയ്യണമെന്നില്ല. K2MnO4 പ്ലസ് MnO2 പ്ലസ് O2 ഇതാണ് ഇക്വേഷൻ. ഓക്കെ.
ആ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ ഡീകമ്പോഷൻ എഴുതാൻ വിട്ടുപോയി. K2Cr2O7 ചൂടാക്കുമ്പോൾ പൊട്ടാസ്യം ക്രോമേറ്റ് K2CrO4 പ്ലസ് Cr2O3 പ്ലസ് O2 അതൊന്ന് പഠിച്ചു വെച്ചു കേട്ടോ. ആക്ഷൻ ഓഫ് ഹീറ്റ് ഓൺ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഓക്കെ, KMnO4 KMnO4 gives K2MnO4 പ്ലസ് MnO2 പ്ലസ് O2. K2Cr2O7 K2Cr2O7 ഇത് ഹീറ്റാണേ. ഗീവ്സ് പറഞ്ഞേ, അപ്പോൾ മറന്നുപോയി. K2CrO4 പ്ലസ് Cr2O3 പ്ലസ് O2. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി MnO4 മൈനസിനും MnO4 2 മൈനസിനും രണ്ടിനും സ്ട്രക്ചർ ടെട്രാഹൈഡ്രലാണ്. എന്താണ് MnO4 മൈനസിൻ്റെത് MnO4 മൈനസ് MnO4 മൈനസിൻ്റെ സ്ട്രക്ചർ ഞാൻ നേരത്തെ വരച്ചിട്ടുണ്ട്. ഇതാണ് MnO4 മൈനസ്. ഒരു ഡോട്ട്സ് ഇടുക, എല്ലാ 4 ഓക്സിജനും ഡോട്ട് ഇടുക, എന്നിട്ട് മൈനസ് ഇടുക. ഇതാണ് MnO4 മൈനസ്. MnO4 മൈനസ് ആകുമ്പോൾ Mn എത്ര 7+ ആണ്. അതുകൊണ്ട് നോ അൺപെയ്ഡ് ഇലക്ട്രോൺ, അതുകൊണ്ട് കളർലെസ് കേട്ടോ. Mn ഡയാമാഗ്നറ്റിക്, കളർലെസ് അല്ല, എന്താണ് ഡയാമാഗ്നറ്റിക്. അപ്പോൾ MnO4 മൈനസ് ഡയാമാഗ്നറ്റിക് ആണ്, കാരണം അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ട്. ഇനി MnO4 ഇതിൻ്റെ കളർ പിങ്ക് ആണ്. പക്ഷേ MnO4 2 മൈനസോ, MnO4 2 മൈനസ് പറഞ്ഞാൽ ഇതേപോലെ 4 ഓക്സിജൻ വരക്കുക, പക്ഷേ എല്ലാറ്റിലും ഡോട്ട് ലൈൻ കാണിക്കുക, ഡോട്ട്സ് കാണിക്കുക, എന്നിട്ട് എത്ര മൈനസ് എഴുതുക 2 മൈനസ്. ഇത് 6+ ആയതുകൊണ്ട് ഒരു ഇലക്ട്രോൺ അൺപെയ്ഡ് ഉണ്ടാവും, അതുകൊണ്ട് പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഏതാ പാരാമാഗ്നറ്റിക് ആയോ? MnO4 2 മൈനസ് ഈസ് പാരാമാഗ്നറ്റിക് ഡ്യൂ ടു പ്രസൻസ് ഓഫ് 1 അൺപെയ്ഡ് ഇലക്ട്രോൺ. MnO4 മൈനസ് ഈസ് ഇത് ഡയാമാഗ്നറ്റിക് ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. പക്ഷേ പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും ഒക്കെയാണ്, പക്ഷേ രണ്ടിനും കളറുണ്ട്. കളർ കാണിക്കാനുള്ള കാരണം ഇതൊന്നല്ല, ഞാനത് അന്ന് പിന്നെ ഹൈ ലെവൽ ക്ലാസ്സിൽ നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്. എന്താണ് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ കേട്ടോ. ഇപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. എന്താണ് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ കൊണ്ടാണ് ഇത് രണ്ടും കളർ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഡ്യൂ ടു ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ. കാരണം ഇല്ലെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലല്ലോ ഏതിൽ MnO4 2 മൈനസിൽ. പക്ഷേ അത് ഗ്രീൻ കളറല്ലേ. അപ്പോൾ ഗ്രീൻ കളർ ആവാനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ എഴുതിയായി, ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ. ഓക്കെ, ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ. ഇനി പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇത് അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആക്സ് ആസ് ഓക്സിഡൈസിങ് ഏജൻ്റ് ബോത്ത് ഇൻ അസിഡിക് ആൻഡ് ബേസിക് മീഡിയം. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അയോഡൈഡിനാക്കി മാറ്റും. അയോഡൈഡിനെ ഓർമ്മിക്കേണ്ടത് MnO4 മൈനസ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആകുമ്പോൾ അത് Mn2+ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. Mn+7 Mn2+ ആയി റെഡ്യൂസ് ചെയ്യും. പഠിച്ചില്ലേ? നേരത്തെ ക്രോമിയം 6+, ക്രോമിയം 3+ ആയി വരും ടേബിൾ. അതേപോലെ Mn7+ Mn2+ ആയി മാറും. അപ്പോൾ ഓക്സിഡൈസ് അയോഡൈഡ് ടു അയോഡിൻ, പിന്നെയോ ഹൈഡ്രജൻ സൾഫൈഡ് ടു സൾഫർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഏത് ഓക്സാലിക് ആസിഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സാലിക് ആസിഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ സൾഫൈറ്റ് ടു സൾഫേറ്റ്, സൾഫൈറ്റ് ടു സൾഫേറ്റ്. ഓക്കെ, നൈട്രൈറ്റ് ടു നൈട്രേറ്റ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അസിഡിക് മീഡിയത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ഓക്സിഡൈസിങ് ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഞാൻ ഓരോന്നായി പറയാം. ഇൻ അസിഡിക് മീഡിയം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡൈസ് അയോഡൈഡ് ടു അയോഡിൻ, അയോഡൈഡ് ടു അയോഡിൻ. അപ്പോൾ MnO4 മൈനസ് പ്ലസ് I മൈനസ് പ്ലസ് H പ്ലസ് ഗീവ്സ് Mn2+ എന്ന് എഴുതുക, പ്ലസ് I2 എഴുതുക, വേണമെങ്കിൽ വാട്ടർ എഴുതാം കേട്ടോ. അയോഡൈഡ് ടു അയോഡിൻ. പിന്നെ ഹൈഡ്രജൻ സൾഫൈഡ് ടു സൾഫർ, ഹൈഡ്രജൻ സൾഫൈഡ് ടു സൾഫർ. അപ്പോൾ MnO4 മൈനസ് പ്ലസ് ഹൈഡ്രജൻ സൾഫൈഡ് H2S എന്ന് പറഞ്ഞാൽ -2, അതിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പ്ലസ് H പ്ലസ് ഗീവ്സ് പറ Mn2+ ആവും. സൾഫർ ഓക്സിഡൈസ് ചെയ്തിട്ട് 0 ഓക്സിഡേഷൻ നമ്പറിലേക്ക് മാറും. വാട്ടർ. അടുത്ത് എന്താണ്? അടുത്ത് ഓക്സിഡൈസ് ഏതാണ്? കുറേ പറഞ്ഞിട്ടുണ്ട്. ഓക്സാലിക് ആസിഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സാലിക് ആസിഡ് ടു കാർബൺ ഡൈ MnO4 2 മൈനസ് പ്ലസ്. ഓക്സാലിക് ആസിഡിൻ്റെ അയോൺ ആണ് C2O4 2 മൈനസ്. വേറെ ഏത് ഓക്സലേറ്റ് ആയാലും സാരില്ല, H2C2O4 ആയാലും Na2C2O4 ആയാലും NaHC2O4 ആയാലും ഏതായാലും കിട്ടില്ലേ? C2O4 2 മൈനസ് പ്ലസ് H പ്ലസ് ഗീവ്സ് പറ Mn2. ഇതാണ് പെർമാംഗനോമെട്രിയിലെ റിയാക്ഷൻ. Mn2+ പ്ലസ് CO2 പ്ലസ് H2O. ഓക്കെ ഇല്ലേ? പിന്നെ സൾഫൈറ്റ് SO3 2 മൈനസിനെ SO4 2 മൈനസ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. നൈട്രൈറ്റ് NO2 മൈനസിനെ നൈട്രേറ്റ് ആക്കും, NO3 മൈനസ് കേട്ടോ. അപ്പോൾ ഓക്കെ MnO4 മൈനസ് പ്ലസ് പിന്നെ SO3 2 മൈനസ് ഗീവ്സ് അസിഡിക് മീഡിയം ആണേ, പ്ലസ് H പ്ലസ് ഗീവ്സ്
Mn2 plus SO4 2 minus plus H2O. അതുപോലെ നൈട്രൈറ്റ് ടു നൈട്രേറ്റ് MnO4 minus plus നൈട്രൈറ്റ് NO2 minus plus H plus gives Mn2 plus നൈട്രേറ്റ് അല്ല NO3 minus plus H2O. കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയാം. ക്ലിയർ ആയില്ലേ? ഇനി ഇൻ ന്യൂട്രൽ ഓർ ഫെയിൻലി അസിഡിക് സൊല്യൂഷൻ എന്തൊക്കെയാണ്? MnO4 മൈനസ് അയോഡൈഡിനെ അയോഡേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. കേട്ടോ? ന്യൂട്രൽ അല്ലെങ്കിൽ ഫെയിൻലി ആൽക്കലൈൻ മീഡിയം, കേട്ടോ, സ്ലൈറ്റ്ലി ആൽക്കലൈൻ മീഡിയം എന്ത് സംഭവിക്കും? പൊട്ടാസ്യം അയോഡൈഡിനെ പൊട്ടാസ്യം അയോഡേറ്റ് ആക്കി മാറ്റും. പൊട്ടാസ്യം അയോഡൈഡിനെ പൊട്ടാസ്യം അയോഡേറ്റ് ആക്കി മാറ്റും. അപ്പോൾ ഇത് ഇൻ ന്യൂട്രൽ ഓർ സ്ലൈറ്റ്ലി ആൽക്കലൈൻ മീഡിയം KMnO4 oxidize potassium iodide to KMnO4 oxidize potassium iodide to potassium iodate IODATE potassium iodide to potassium iodate. അതായത് MnO4 minus plus I minus plus H2O. H2O gives എന്താ കിട്ടുക? MnO2 ആവേ. MnO2 ആവല് ആൽക്കലൈൻ മീഡിയത്തിൽ പ്ലസ് IO3 മൈനസ് അതിൽ അയോഡേറ്റ് IO3 മൈനസ് പ്ലസ് OH മൈനസ്. ഓക്കെ, IO3 മൈനസ് പ്ലസ് OH മൈനസ്. ക്ലിയർ അല്ലേ? ഇനി തയോസൾഫേറ്റിനെ സൾഫേറ്റായി ഓക്സിഡൈസ് ചെയ്യും. ഓക്കെ, തയോസൾഫേറ്റിനെ സൾഫേറ്റായി ഓക്സിഡൈസ് ചെയ്യും. ഇപ്പോൾ തയോസൾഫേറ്റ് പൊട്ടാസ്യം MnO4 മൈനസ് തയോസൾഫേറ്റ് H2O3 2 മൈനസ് പ്ലസ് H2O. കിട്ടിയില്ലേ? H2O3 2 മൈനസ് പ്ലസ് H2O. MnO4 മൈനസ് പ്ലസ് H2O3 2 മൈനസ് പ്ലസ് H2O ഗിവ്സ് പറഞ്ഞേ MnO4 മൈനസ് എന്തായി കൺവേർട്ട് ചെയ്യും? MnO2 ആയി മാറും. പ്ലസ് SO4 2 മൈനസ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുക. പഠിക്കണം കേട്ടോ. പ്ലസ് OH മൈനസ് SO4 2 മൈനസ് പ്ലസ് OH മൈനസ്. കിട്ടിയല്ലോ? അത്രയും മതി. അതുപോലെ തന്നെ MnO4 മൈനസ് Mn2 പ്ലസിനെ MnO2 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. കിട്ടില്ലേ? യെസ്, MnO4 മൈനസ് പ്ലസ് Mn2 പ്ലസ് അതില്ലേ Mn2 പ്ലസ് H2O. MnO4 മൈനസ് പ്ലസ് ഒരു മാംഗനീസിൻ്റെ +2 സോൾട്ട് പ്ലസ് H2O അതെന്തായി കൺവേർട്ട് ചെയ്യും? MnO2 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. കേട്ടോ? MnO2 പ്ലസ് H പ്ലസ് മതി. MnO2 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. ഓക്കെ, MnO4 മൈനസ് Mn2 പ്ലസിനെ MnO2 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. അതായത് Mn+4 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. ക്ലിയർ ആയല്ലോ? യെസ്. അടുത്തത് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ F ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ, F ബ്ലോക്ക് എലമെൻറ്റ്സിൽ രണ്ട് സീരീസ് ഉണ്ട്, ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും. ആക്ടിനോയിഡ്സ് ആറ്റോമിക് നമ്പർ 58 to 71 ആണ് ലാന്തനോയിഡ്സ്. നോട്ടിലൊന്ന് എഴുതി വെച്ചാൽ നല്ലത്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആറ്റോമിക് നമ്പർ 58 to 71 സീറിയം ടു ലുട്ടീഷ്യം അല്ലേ? 58 to 71 സീറിയം ടു ലുട്ടീഷ്യം അല്ലേ? നമ്മൾ ഇത് എലമെൻസിൻ്റെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. സീറിയം, പ്രൊസിയോഡീമിയം, നിയോഡീമിയം, പ്രോമെത്തിയം, സമേറിയം, യൂറോപ്പിയം, ഗഡോളിനിയം, ടെർബിയം, ഡിസ്പ്രോസിയം, ഹോൾമിയം, എർബിയം, തുളിയം, ഇറ്റെർബിയം ആൻഡ് ലുട്ടീഷ്യം. അങ്ങനെ 14 എലമെൻറ്റ്സ്. ഓക്കെ, അതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 6s2 4f1 to 14 5d0 to 1. ഇതാണ് ജനറൽ കോൺഫിഗറേഷൻ. കേട്ടോ? പറഞ്ഞേ, വാട്ട് ഈസ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ലാന്തനോയിഡ്സ്? 6s2 4f1 to 14 5d0 to 1. കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിനി എല്ലാ എലമെൻറ്റ്സും എഴുതില്ല. സീറിയം ആറ്റോമിക് നമ്പർ 58 ആണ് അല്ലേ? 58 എന്താ കോൺഫിഗറേഷൻ വരിക? 54 അല്ലേ? സീനോൺ. അപ്പോൾ 54 സീനോൺ. ബാക്കി 6s2 എന്തായാലും ഉണ്ടാവും. 6s2 അപ്പോൾ ബാക്കി എത്ര? അത് 4f1 5d1 ആണ് സീരിയത്തിൻ്റെ കോൺഫിഗറേഷൻ. കേട്ടോ? ഇനി സീരിയം കഴിഞ്ഞാൽ പ്രൊസിയോഡീമിയമാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെ ആറ്റോമിക് നമ്പർ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാന്തനോയിഡ് എലമെൻസിൻ്റെ ആറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ആ എലമെൻറ്റിനേക്കാൾ
കൂടുതൽ എഫക്റ്റീവായിട്ട് അതിൻ്റെ ട്രൈ പോസിറ്റീവ് അയോൺസിൽ, കാരണം കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ് ലാന്തനോയിഡ്സിൽ. അപ്പോൾ +3 അയോണുകളുടെ +3 അയോണുകളിലാണ് കൂടുതൽ ഈ എഫക്റ്റ് ഉള്ളത്. അതുപോലെ തന്നെ മെറ്റൽസിലും അതിൻ്റെ സൈസ് ആറ്റമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. ഇതിനെ നമ്മൾ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ വിളിക്കും, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നോട്ടിലില്ല, അതുകൊണ്ടൊന്ന് എഴുതി വെച്ചേ. ലാന്തനോയിഡ് LANTHANOID, ലാന്തനോയിഡ് കൺട്രാക്ഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഇതില്ലേ, ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്നിട്ട് എഴുതിക്കോ. ദി റെഗുലർ decrease in radii of lanthanoid elements and tripositive lanthanoid ions with increase in atomic number is called lanthanoid contraction. എഴുതിയില്ലേ? അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഇതിപ്പം ന്യൂക്ലിയസ് ആണെങ്കിൽ ഇത് 1 2 3 4 5 6, ഇത് 6s ആണ്. ഇവിടെയാണ് 4f ഉണ്ടോ? അതായത് ഇത് പെനൾട്ടിമേറ്റ്, ഇത് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലാണ് F ഓർബിറ്റിൽ ഉള്ളത്. അപ്പോൾ അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോണുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏതിലാണ്? 6s2 കോമൺ അല്ലേ, 6s2 ഉണ്ടല്ലേ. എഫിലാണ് ഇലക്ട്രോൺ വന്നുകൊണ്ടിരിക്കുന്നത്, 4fൽ. പക്ഷേ 4f ഇന്നർ ഷെല്ലല്ലേ, ഇന്നർ ഷെല്ലുള്ള ഇലക്ട്രോൺ അവസാനത്തെ ഷെല്ലുള്ള ഇലക്ട്രോണിനെ തടയുമല്ലോ ഈ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കിട്ടുന്നതിൽ നിന്ന്. ന്യൂക്ലിയസിൽ എന്ന ചാർജ് പോസിറ്റീവ് പ്രോട്ടോൺ അല്ലേ, ആ പ്രോട്ടോണിൻ്റെ അട്രാക്ഷൻ കിട്ടുന്നതിൽ നിന്ന് ഈ ഇന്നർ ഷെല്ലുള്ള ഇലക്ട്രോണുകൾ തടയും. പക്ഷേ F ഓർബിറ്റൽ ഹൈലി ഡിഫ്യൂസ്ഡ് ആയതുകൊണ്ട്, കുറച്ച് വലുതായതുകൊണ്ട് ആ F ഓർബിറ്റലിന് അവസാനത്തെ ഷെല്ലുള്ള ഇലക്ട്രോണിനെ തടയാനുള്ള കഴിവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അവസാന ഷെല്ലുള്ള ഇലക്ട്രോണിനെ തടയാനുള്ള കഴിവില്ല എങ്കിൽ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഈ തടയുന്ന എഫക്റ്റ് ഇല്ല. അപ്പോൾ ന്യൂക്ലിയസിൽ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുന്ന പറഞ്ഞാൽ പോസിറ്റീവ് കൂടും. അപ്പോൾ ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ അടുത്തോട്ട് വരും. അപ്പോൾ ആ ആറ്റമിക് സൈസ് എന്ത് ചെയ്തുകൊണ്ട് വരും? കുറഞ്ഞുകൊണ്ട് വരും. അതല്ല എങ്കിലോ ഈ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലുള്ള 4f ഓർബിറ്റലിന് ഈ അവസാനത്തെ ഷെല്ലുള്ള ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനിൽ നിന്ന് തടയാൻ കഴിവുണ്ടെങ്കിൽ ഒരു മാറ്റവും വരില്ല. പക്ഷേ ഇതിന് തടയാനുള്ള കഴിവില്ല. മനസ്സിലായോ? അപ്പോൾ അത് സംഭവിക്കും, ആറ്റമിക് നമ്പർ കൂടുന്നതനുസരിച്ച് അട്രാക്ഷൻ കൂടും, അപ്പോൾ സൈസ് കുറയും. കേട്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ടാകുന്നത്? ദി ലാന്തനോയിഡ് കോൺട്രാക്ഷൻസ് ഡ്യൂ ടു വെരി പുവർ സ്ക്രീനിങ് എഫക്റ്റ് ഓഫ് 4f ഇലക്ട്രോൺ. ചോദിച്ചേ, ദി ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഈസ് ഡ്യൂ ടു very poor screening effect of 4f electrons. The Lanthanoid contraction is due to very poor screening effect of 4f electrons. ഇതില്ലേ? Yes, very poor screening effect of 4f electrons. ഇനി 1-2 ഒബ്ജക്റ്റീവ് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഇതിൽ സൈസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ സൈസുള്ള ലാന്തനോയിഡ് എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, ഏറ്റവും വലിയ സൈസുള്ള ലാന്തനോയിഡ് എലമെൻറ്റ് ഏതാണ്? യെസ്, യൂറോപ്യമാണ്, 199 പൈക്കോമീറ്റർ. അപ്പോൾ ബിഗ്ഗസ്റ്റ് ലാന്തനോയിഡ് എലമെൻറ്റ് ഈസ് ഏതാണ്? യൂറോപ്യം. ബിഗ്ഗസ്റ്റ് ലാന്തനോയിഡ് എലമെൻറ്റ് ഈസ് യൂറോപ്യം. എത്ര സൈസ്? 199 പൈക്കോമീറ്റർ. ഇടില്ലേ? പിന്നെ നിങ്ങൾ നോക്കുക, 187 നിന്ന് 173 കുറയുന്നുണ്ട് അല്ലേ? 187 നിന്ന് 173 കുറയുന്നുണ്ട്, എക്സെപ്റ്റ് യൂറോപ്യം. മെറ്റലിൻ്റെ സൈസാണ് പറയുന്നത്. 187 നിന്ന് 173. ആ 173 എന്നത് ലാസ്റ്റ് എലമെൻ്റായ ലുട്ടീഷ്യം അല്ല, ഇട്ടേർബിയമാണ്. ഇട്ടേർബിയം. ഓക്കെ, മനസ്സിലായോ? മറ്റേതിൻ്റെ സൈസ് ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ 187 നിന്ന് 173 അതൊന്ന് ഓർമ്മിച്ച നല്ലതാണ്. 187 to 173. അതിൽ 1-2 എക്സെപ്ഷൻ ഉണ്ട്. അതായത് നോക്കിക്കഴിഞ്ഞാൽ നിയോഡീമിയും പ്രോമെത്തിയത്തിനും ഒരേ സൈസാണ്, 181 വീതം. നിയോഡീമിയം പ്രോമെത്തിയം 181 വീതം. കിട്ടിയില്ലേ? 181 വീതം. പിന്നെ ബാക്കി എല്ലാം ക്രമമായി കുറയുന്നുണ്ട്, കണ്ടില്ലേ? ഓക്കെ, പിന്നെ അതേപോലെ തന്നെ 180 പൈക്കോമീറ്റർ രണ്ടെണ്ണത്തിലുണ്ട്. 180 പൈക്കോമീറ്റർ. ആ 180 പൈക്കോമീറ്റർ ഏതിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സമേറിയം ആൻഡ് ഗഡോളീനിയം. 180 പൈക്കോമീറ്റർ സമേറിയത്തിനും ഗഡോളീനിയത്തിനും. കേട്ടോ?
പിന്നെ ട്രൈപോസിറ്റീവ് അയോണിൽ 106 ഏതിന് ലന്താനം 3+ 106. പിന്നെ ലുട്ടീഷ്യം ഇല്ല, ഇട്ടർബിയം 3+ 86. അതങ്ങനെ ഓർമ്മിച്ചോ. എന്താണ് ലന്താനം 3+2 YB 3+, LA 3+2 YB 3+, കേട്ടോ. എത്ര അത് 106 മുതൽ 86 വരെ, 106 to 86, 106 to 86 കിട്ടില്ലേ. അത് സൈസ് ക്രമമായി കുറയുന്നതല്ലത് 106 മുതൽ 86 വരെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ലാന്ത്രയുടെ കോൺട്രാക്ഷൻ എലമെൻസിലാണോ അയോൺസിലാണോ? അയോൺസിലല്ലേ, കാരണം ക്രമമായി കുറയുന്നുണ്ട്. മറ്റേതിൽ ചെറിയ എക്സെപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, 106 മുതൽ 86 വരെ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അത്രയും അതൊന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, ഇനി കോൺസിക്വൻസ് ഓഫ് ലാന്ത്രയുടെ കൺട്രാക്ഷൻ എഴുതിയ നോട്ടിൽ ഞാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ആയതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ തന്നെ എഴുതിത്തരുന്നത് കേട്ടോ. ഓക്കെ, കോൺസിക്വൻസ് ഓഫ് ലാന്ത്രയുടെ കോൺട്രാക്ഷൻ. കോൺസിക്വൻസ് ഓഫ് ലാന്ത്രയുടെ കൺട്രാക്ഷൻ വരുന്നത് പിന്നെ അതായത് നമുക്കറിയാം, പിന്നെ ഇവിടെ നോക്കിയേ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം അല്ലേ. പിന്നെ ടൈറ്റാനിയത്തിന് താഴെ നിയോബിയം, നിയോബിയത്തിന് താഴെ ടെൻഡാലം. ഓക്കെ, വനേഡിയം, നിയോബിയം, ടെൻഡാലാണ്. വനേഡിയം, നിയോബിയം, ടെൻഡാലം. ടൈറ്റാനിയം, സിർക്കോണിയം, ഹാഫ്നിയം. ഇതാണ്. അതിൽ നിങ്ങൾ നോക്കുക, ഈ സിർക്കോണിയത്തിന് ശരിക്ക് സിർക്കോണിയത്തിൻ്റെ കോൺഫിഗറേഷൻ ഒന്ന് നേരെ എഴുതുക. ഇത് 4:3D2 ആണ്. അപ്പോൾ ഇത് 5:4D2, 5:4D2 ആണ് ഇത് സിർക്കോണിയം. ഹാഫ്നിയം 6:4 5D2. ഇപ്പം കോൺസിക്വൻസ് എഴുതുന്നതിന് മുമ്പായിട്ട് എല്ലാവരും നോട്ടിൽ നിന്ന് എഴുതിയേ. സിർക്കോണിയം 5:4D2, ഹാഫ്നിയം 6:4 5D2. ഓക്കെ, ഹാഫ്നിയം 6:4 5D2. അപ്പോൾ ഈ സിർക്കോണിയത്തിൻ്റെ പിന്നെ സൈസ് ഹാഫ്നിയത്തിൻ്റെ സൈസും ഏതാണ്ട് സെയിം ആണ്. എന്താ കാരണം അറിയോ? ഇവിടെ 4:14 ഉണ്ട് കേട്ടോ. ആ 4:ലുള്ള 14 ഇലക്ട്രോണിന് അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിന് കാര്യമായിട്ട് ഷീൽഡ് ചെയ്യാൻ പറ്റില്ല, സ്ക്രീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സൈസ് അപ്പോൾ ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം ന്യൂക്ലിയസിൽ 14 എണ്ണം കൂടുതലുള്ളതിന് തുല്യമായി. അപ്പോൾ അട്രാക്ഷൻ കൂടും. അപ്പോൾ സൈസ് സിർക്കോണിയത്തിന് ഹാഫ്നിയത്തിന് ഏതാണ്ട് ഒരുപോലെയാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു കോൺസിക്വൻസ് എന്താ പറയുക, ദി അറ്റോമിക് സൈസ് ഓഫ്, അല്ലെങ്കിൽ സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഹാവ് കമ്പാരബിൾ അറ്റോമിക് റേഡിയൈ. ഇതേ സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഹാവ് കമ്പാരബിൾ അറ്റോമിക് സൈസ്. ഓക്കെ, അത് ഒരു കോൺസിക്വൻസ് ആണ്. ലാന്ത്രയുടെ കൺട്രാക്ഷൻ ഏതിലുള്ളത്? ഹാഫ്നിയത്തിന് കേട്ടോ. ലാന്ത്രയുടെ കൺട്രാക്ഷൻ ആർക്കാണ് ഉള്ളത്? ഹാഫ്നിയം. എന്നാലും അതല്ലേ കാരണം. അതുപോലെ നിയോബിയം ആൻഡ് ടെൻഡാലം, നിയോബിയത്തിനേക്കാൾ വലിയ സൈസ് വേണം ടെൻഡാലത്തിന്. പക്ഷേ നിയോബിയത്തിനും ടെൻഡാലത്തിനും ഒരേ സൈസാണ്. നിയോബിയം എന്ന് പറയുമ്പോൾ നിയോബിയം NB 5:4D3 ആണ്, 4D3. ടെൻഡാലത്തിന് 6:4 5D3 ആണ്. അതൊന്ന് എഴുതി വെച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ നിയോബിയും ടെൻഡാലും ഏതാണ്ട് ഒരേ സൈസ് ആവാൻ കാരണം ടെൻഡാലത്തിൽ ലാന്ത്രയുടെ കൺട്രാക്ഷൻ ഉണ്ട്. കണ്ടേ 4:14 ഫുൾ കംപ്ലീറ്റ്ലി ഫിൽഡ് 4:14 അല്ലേ, 4 കോൺഫിഗറേഷൻ കിട്ടുക. ഡ്യൂ ടു കംപ്ലീറ്റ്ലി ഫിൽഡ് എന്താണ് 4 കോൺഫിഗറേഷൻ, ലാന്ത്രയുടെ കൺട്രാക്ഷൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ ടെൻഡാലം. ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്. ഇനി മറ്റൊരു കോൺസിക്വൻസ്, ലാന്ത്രയുടെ കൺട്രാക്ഷൻ്റെ മറ്റൊരു കോൺസിക്വൻസ് എന്ന് വെച്ചാൽ, ഈ M3+ അയോണാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ MOH ത്രൈസ് അതിൻ്റെ ബേസിക് സ്ട്രെങ്ത്ത് എന്താ വെച്ചാൽ, ലന്താനം 3+ൽ നിന്ന് ലുട്ടീഷ്യം 3+ലേക്ക് സൈസ് എന്തായാലും കുറയും. ലുട്ടീഷ്യം 3+ സൈസ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ. ലന്താനം 3+ നിന്ന് ലുട്ടീഷ്യം 3+ലേക്ക് പോകുന്തോറും സൈസ് കുറയും. മനസ്സിലായോ? സൈസ് കുറയുമ്പോൾ മെറ്റലും സൈസ് കുറയും തോറും അതിൻ്റെ പോളറൈസേഷൻ പവർ കൂടും. മെറ്റൽ അയോണിൻ്റെ പോളറൈസേഷൻ പവർ കൂടും. മെറ്റൽ അയോണിൻ്റെ പോളറൈസേഷൻ പവർ കൂടുന്തോറും മെറ്റലും OH തമ്മിലെ ബോണ്ടിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ കൂടും. മെറ്റലും OH തമ്മിലെ ബോണ്ടിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ കൂടും. MOH ബോണ്ടിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ കൂടുന്തോറും അതിന് ബേസിക് സ്ട്രെങ്ത്ത് കുറയും. എന്ത് ചെയ്യും? ബേസ് സ്ട്രെങ്ത്ത് കുറയും. അപ്പോൾ എന്താണ്? അപ്പോൾ ലാന്ത്രയുടെ കോൺട്രാക്ഷൻ രണ്ടാമത്തെ കോൺസിക്വൻസ് എഴുതുക. ദി ബേസിക് സ്ട്രെങ്ത്ത് ഓഫ് MOH ത്രൈസ്
MOH thrice decreases from LaOH thrice to LaOH thrice to LuOH thrice. LuOH thrice. LuOH thrice. അതില്ലേ? അതിന് കാരണം പറയേണ്ടത് എന്താണ്? Due to Lanthoride contraction, ionic size decreases from La3 plus to Lu3 plus. Ionic size decreases from La3 plus to Lu3 plus. Hence, polarization power increases from La3 plus to Lu3 plus. With increase in polarization power, the covalent character of MOH bond decreases. With increase in polarization power, the covalent character of MOH bond decreases. Therefore, basic strength decreases. എഴുതില്ലേ? ഓക്കെ. പിന്നെ ഒരു പോയിന്റ് കൂടെ പറയാനുള്ളത്, ആക്റ്റിനോയിഡ് എലമെൻസിനും ഇതേപോലെ കൺട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ലാന്ത്രൈഡ് കൺട്രാക്ഷനേക്കാൾ കുറച്ചുകൂടി പിന്നെ ഡോമിനൻ്റ് എഫക്റ്റാണ് ആക്റ്റിനോയിഡ് കൺട്രാക്ഷൻ. ഓക്കെ. അതിന് കാരണം എന്ന് വെച്ചാൽ ലാന്ത്രൈഡിൽ ജനറൽ കോൺഫിഗറേഷൻ എന്താ? 6s2 4f1 to 14 5d0 to 1 ആണ്. ഇനി എല്ലാവരും ഒന്ന് എഴുതിയേ. ദി ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് actinoid elements, actinoids. The general electronic configuration of actinoids is 7s2 5f 2 to 14 ആണ്, 6d0 to 2. ഓക്കെ. 5f അത് 1 to 14 എഴുതിക്കോ, കാരണം അത് 1 എഴുതാലും ഉണ്ട് കേട്ടോ. 5f 1 to 14 6d0 to 2. ഇനി പിന്നെ actinoid contraction is more than Lanthoride contraction. റീസൺ നിങ്ങൾക്കറിയാം. അവിടെ 4f ആണ്, ഇവിടെയോ 5f ആണ്. അപ്പോൾ 5f ഓർബിറ്റലിനുള്ള സ്ക്രീനിങ് എഫക്റ്റ് 4fനേക്കാൾ കുറവാണ് കേട്ടോ. അപ്പോൾ എഴുതിക്കോ, ദിസ് ഇസ് ബിക്കോസ് 5f orbital is more diffuse than 4f orbital. This is because 5f orbital അല്ലെങ്കിൽ 5f subshell is more diffuse than 4f orbital. Therefore, the screening effect of 5f electron is very poor. Therefore, the screening effect of 4f electron is very poor. ഇതല്ലോ. ഇനി ഒന്ന് രണ്ട് ഒബ്ജക്റ്റീവ് പോയിന്റ് ശ്രദ്ധിക്കാം. ഇതിലെ സൈസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ആക്ടീനിയത്തിനാണ്, 111 പൈക്കോമീറ്റർ. ഏറ്റവും കുറവ് കാണുന്നത് 98 പൈക്കോമീറ്റർ. തന്നിരിക്കുന്ന ഇത് പ്രകാരം കാലിഫോർണിയം. ആ എലമെൻറ്റ്സ് നിങ്ങൾ പഠിക്കണേ. ഏതാണ്? ആക്ടീനിയം കഴിഞ്ഞാൽ തോറിയം, പ്രൊട്ടാക്ടീനിയം, യുറേനിയം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം, അമേർസിയം, ക്യൂരിയം, ബെർക്കീലിയം, കാലിഫോർണിയം, ഐൻസ്റ്റീനിയം, ഫെർമിയം, മെൻഡലീവിയം, നൊബീലിയം, ലോറൻസിയം. കേട്ടില്ലേ? ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതിൽ കാലിഫോർണിയം വരെയാണ് സൈസ് കൊടുത്തിട്ടില്ല. എത്ര? 111 to 98. അത് 2 എലമെൻ്റ് സൈസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. ഏതൊക്കെ? തോറിയും പ്രൊട്ടാക്ടീനിയം PA, അത് രണ്ടും കൊടുത്തിട്ടില്ല കേട്ടോ. 111 to 98 എന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ആ 98 ആർക്കാണ്? കാലിഫോർണിയം. അത് അയോണിക് സൈസ് കറക്റ്റാണ്, നേരത്തെ മറ്റേതിലും കറക്റ്റാണ്, എന്നാലും റെഗുലർ ഡിക്രീസാണ്. കണ്ടില്ലേ നിങ്ങൾ? പിന്നെ 99 കഴിഞ്ഞാൽ 96 കഴിഞ്ഞാൽ 93 പ്രകടമായ വ്യത്യാസമുണ്ട്. അപ്പോൾ സൈസിൻ്റെ ഓർഡർ കൊടുത്ത് 99 മുതൽ 86 വരെയാണ്. 99 to 86. ഈ 99 to 86 99 കൊടുത്തത് തോറിയത്തിനാണ്, തോറിയം 3+നാണ്. കേട്ടില്ലേ? തോറിയം 3+നാണ് 99 കൊടുത്ത്. പിന്നെയോ കാലിഫോർണിയം 3+നാണ് 86 കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അത് പ്രകടമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ജസ്റ്റ്
ഒന്ന് രണ്ട് പോയിന്റ് മാത്രമേ ഇത് കാര്യമായിട്ടുള്ളൂ. അതിലേ നിങ്ങൾ നോക്കുക, ഈ ലാന്തിനോയ്ഡ് എലമെൻറ്റ്സിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് സ്റ്റെബിലിറ്റി ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. എല്ലാ ലാന്തിനോയ്ഡ് എലമെൻറ്റ്സിനും അതിൻ്റെ 3+ ആയി മാറാനുള്ള ഒരു പ്രവണതയുണ്ട്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേജ് 3+ ആണ്, അതിലേക്ക് എത്താനുള്ള ഒരു പ്രവണത ഉണ്ട് കേട്ടോ. ഓൾ ലാന്തിനോയ്ഡ് എലമെൻറ്റ്സ് ഹാവ് എ ടെൻഡൻസി ടു അക്വയർ ദി കോമൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ചിലരും all lanthanoid elements have a tendency to acquire the most common +3 oxidation state. The most common +3 oxidation state. അല്ലേ, the most common +3 oxidation state. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. യെസ്, അപ്പോൾ നിങ്ങൾ നോക്കുക, ഗഡോളീനിയത്തിൻ്റെ ആറ്റമിക് നമ്പർ 64 അതിൻ്റെ കോൺഫിഗറേഷൻ 6s2 4f7 5d1. 6s2 4f7 5d1. ഗഡോളീനിയം 2+, Gd2+. ഞാൻ ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നേരെ എഴുതാൻ അറിയുന്നത് കൊണ്ട് കേട്ടില്ലേ. 6s0 2 ഇലക്ട്രോൺ പോയി. 6s0 4f7 5d 0 ആണ് അല്ലേ. ഗഡോളീനിയം 3+, 6s0 4f0 5d0 അല്ലേ. 6s0 4f7 5d0. ഗഡോളീനിയം 2+ ആണെങ്കിൽ 6s0 4f7 5d1. 4f7 5d1. ഗഡോളീനിയം 4+ ആണെങ്കിൽ 6s0 4f6 5d0 അല്ലേ. ഗഡോളീനിയം 4+ ആണെങ്കിൽ 6s0 4f6 5d0. ശരിക്കും ഇതിൽ ഗഡോളീനിയം ഏതാണ് 2+ഉം എന്തായാലും 3+ൻ്റെ സ്റ്റെബിലിറ്റി നിങ്ങൾ നോക്കണ്ട. 2+ എന്തായാലും എന്തായി കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും, 3+ ആയി കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ 2+, 3+ ആകുമ്പോൾ ഓക്സിഡൈസ് ചെയ്തു, അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഗഡോളീനിയം 2+ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അതേസമയത്ത് ഗഡോളീനിയം 4+ ഏത് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. എന്താ കാരണം? ഗഡോളീനിയം 4+ ഓക്സിഡൈസിങ് ഏജൻ്റ് ആവാൻ കാരണം ഗഡോളീനിയം 4+ അതിൻ്റെ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ ഗഡോളീനിയം 3+ലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. പഠിച്ചല്ലോ, ക്ലിയർ. അതുപോലെ യൂറോപ്യത്തിൻ്റെത് 6s2 4f7 ആണ്. എന്താ യൂറോപ്യം 63 ആറ്റോമിക് നമ്പർ 6s2 4f7. യൂറോപ്യൻ 2+ 6s0 4f7. യൂറോപ്യൻ 3+ 6s0 4f6. നിങ്ങൾ നോക്കിയേ, 6s0 4f7 അല്ലേ സ്റ്റേബിൾ 6s0 4f6നേക്കാൾ, കാരണം ഹാഫ് ഫിൽഡ്. പക്ഷേ എന്നാലും ഏതന്നെ ഈ യൂറോപ്യം 3+ എന്താണ്, യൂറോപ്യൻ 2+ വേഗം എന്തായി കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും, യൂറോപ്യൻ 3+ ആയി കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും, സ്റ്റേബിൾ അല്ലെങ്കിലും. അപ്പോൾ യൂറോപ്യൻ 2+ എന്ത് ഏജൻ്റാണ്? റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ എല്ലാ 2+ ഉണ്ടെങ്കിൽ ആ 2+ എന്ത് ഏജൻ്റ് ആയിരിക്കും? റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. എന്താ കാരണം? ആ 2+ അതിൻ്റെ ഏറ്റവും കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആവാൻ ശ്രമിക്കുന്നതുകൊണ്ട്. അത് അതിൻ്റെ ഒരു ജനറൽ പ്രവണതയാണ് കേട്ടോ. അപ്പോൾ എല്ലാ എലമെൻസും +2 ഇല്ല. +2 ഉണ്ടെങ്കിൽ അത് റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. +4 ഉണ്ടെങ്കിൽ അത് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. അങ്ങനെ പഠിച്ചാൽ മതി. +2 ഉണ്ടെങ്കിൽ അത് റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും, +4 അത് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. എന്താ കാരണം? +2 വേഗം അതിൻ്റെ +3 ആവാൻ ശ്രമിക്കും, +4 +3 ആവാൻ ശ്രമിക്കും. മനസ്സിലായോ? അതാണ് ഐഡിയ. അപ്പോൾ അത് ആ നോട്ടിൽ എഴുതിയ കാര്യങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ ഇതിൽ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ അധികം പറയുന്നില്ല. എല്ലാ ഹൈഡ്രജൻ മെറ്റലും കാർബണും കമ്മി ചെയ്താൽ സോൾട്ട് ലൈക്ക് കാർബൈഡ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ആക്ടിനോയിഡ്സിൻ്റെ പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ നോട്ടിൽ എഴുതി കൃത്യമായി വായിക്കണം. പിന്നെ മിഷ് മെറ്റൽ, ലാസ്റ്റ് ഒരു പോയിൻ്റ് ഉണ്ട്. മിഷ് മെറ്റൽ ഒരു അലോയ് ആണ് കേട്ടോ. ഈ അലോയിൽ 50% സീറിയമാണ്. പിന്നെ ഇതിൽ പെർസെൻറ്റേജ് വൈസ് ഇല്ല കേട്ടോ. 50% സീറിയം, പിന്നെ 25% ലന്താനം, പിന്നെ 15% നിയോഡീമിയം, പിന്നെ 10% അതർ റയർ എർത്ത്. റയർ എർത്ത് പറഞ്ഞാൽ ഇത് പിന്നെ ആക്ടിനോയിഡ്സ് കേട്ടോ, ലാന്തനോയിഡ്സും പിന്നെ അയണും ഉൾപ്പെടെ മറ്റുള്ള ലാന്തനോയിഡ് എലമെൻറ്റും അയണും കൂടി ഒരു 10%. മനസ്സിലായോ? അപ്പോൾ ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് സീറിയം ബ്രാക്കറ്റിലത് 50%, പിന്നെ സീറിയം, പിന്നെ എത്രയാണ് ലന്താനം 25%, വേണമെങ്കിൽ എഴുതി വെച്ചോ. ലന്താനം 25%, പിന്നെ നിയോഡീമിയം 15% കേട്ടോ. ആൻഡ് 10% അതർ റയർ എർത്ത് എലമെൻറ്റ്സ് ആൻഡ് അയൺ. 10% അതർ റയർ എർത്ത് എലമെൻറ്റ്സ് ആൻഡ് അയൺ. ആയില്ലേ? ഓക്കെ. ഇതിൽ കറക്റ്റ് കോമ്പോസിഷൻ സീറിയം 46 എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടില്ലേ. അപ്പോൾ
അതല്ല കറക്റ്റ്, ഞാനിപ്പോൾ പറഞ്ഞത് ആണ് കുറച്ചുകൂടെ കറക്റ്റ്. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം സീറിയം 46%, പിന്നെയോ ലന്താനം ആൻഡ് നിയോഡീമിയം കൂടെ 44% ആൻഡ് അതേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. യെസ്. പിന്നെ ട്രേസസ് ഓഫ് സൾഫർ, കാർബൺ, സിലിക്കൺ, യെസ് അങ്ങനെയുള്ള ഏത് എലമെൻറ്റ്സ് കേട്ടോ. ലിഥിയം ആൻഡ് അലൂമിനിയം. CO2 ഈസ് യൂസ്ഡ് ഇൻ സൺഗ്ലാസ് ടു കട്ട് ഓഫ് UV റേസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പിന്നെ അപ്പോൾ La2O3 ഈസ് യൂസ്ഡ് ആസ് ഫോസ്ഫർ ഇൻ കളർ TV. അപ്പോൾ അതൊക്കെ വായിക്കുക കേട്ടോ. ഞാൻ ഇതിലെ മുഴുവൻ ഡീറ്റെയിൽ ഇത് ലാസ്റ്റിലത്തെ വായിച്ചിട്ടില്ല, അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ.